എല്ലാവരും ഈ പ്രോബ്ലം നോക്കുക. ഇത് കഴിയുന്നത് എന്തൊക്കെ ഫസ്റ്റ് വായിച്ചിട്ട് നിങ്ങൾ തന്നെ ചെയ്യാൻ ശ്രമിക്കണം കേട്ടോ. ദ സം ഓഫ് ദ ത്രീ വെക്ടേഴ്സ് ഷോൺ ഇൻ ദ ഫിഗർ ഈസ് 0. ഫൈൻഡ് ദ മാഗ്നിറ്റ്യൂഡ്സ് ഓഫ് ദ വെക്ടേഴ്സ് ഒ ബി ബാർ ആൻഡ് ഒ സി ബാർ. അപ്പോ 3 വെക്ടർ തന്നിട്ടുണ്ട് അല്ലേ? എന്തൊക്കെയാണ്? ഇതാണ് ഒ ബി ബാർ, ഇതാണ് ഒ സി ബാർ, ഇതാണ് ഒ എ ബാർ. 3 വെക്ടർ തന്നിട്ടുണ്ട്. അപ്പോ എന്താ ചോദിച്ചിട്ടത്? ഈ 3 വെക്ടറിന്റെ സമ്മ് 0 ആവണം, അതായത് എല്ലാം കൂടി കൂട്ടിയാൽ 0 കിട്ടണം. അങ്ങനെയാണെങ്കിൽ ഒ ബി ബാറിന്റെ എന്താണ് മാഗ്നിറ്റ്യൂഡ് എന്താണ്, അല്ലെങ്കിൽ ഈ വെക്ടറിന്റെ ലെങ്ത് അതാണ് ചോദിച്ചിട്ടുള്ളത്. ഒ ബി ബാറിന്റെ മാഗ്നിറ്റ്യൂഡ്, പിന്നെ ഒ സി ബാറിന്റെ മാഗ്നിറ്റ്യൂഡ്, ഇതിന്റെയും ലെങ്ത് ആണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്കറിയാം ഈ 3 വെക്ടറിന്റെ സമ്മ് 0 ആണ് അല്ലേ? അപ്പൊ നമുക്ക് ആദ്യം ഒ സി ബാറിന്റെ കോമ്പോണന്റ് എടുത്ത് നോക്കാം. ഒ സി ബാർ എന്ത് കോമ്പോണന്റ് ഉണ്ടാവുക? ഹൊറിസോണ്ടൽ കോമ്പോണന്റ് ഉണ്ടാവും. അത്രയാണ് ഒ സി കോസ് തീറ്റ അല്ലേ? ഒ സി ബാറിന്റെ എന്തുണ്ടാവും? വെർട്ടിക്കൽ കോമ്പോണന്റ് ഉണ്ടാവും. അത്രയാണ് വരിക ഒ സി സൈൻ തീറ്റ. ഓക്കെ, പിന്നെ ഒ എ ബാർ എന്തായാലും കോമ്പോണന്റ് ഫോമിലാണ് ഉള്ളത്, അതായത് വൈ ആക്സിസിലല്ലേ ഉള്ളത്. അപ്പൊ അതൊന്നും ചെയ്യണ്ടല്ലോ. ഒ ബി ബാറും ഓൾറെഡി എക്സ് ആക്സിസിലാണ് ഉള്ളത്, അപ്പൊ അത് ഒന്നും ചെയ്യണ്ട നമുക്ക്. നമുക്ക് കോമ്പോണന്റ് ഫോമിൽ ഒന്ന് വരച്ചു നോക്കാം. ഇതാണ് ആക്സിസ്. എന്തൊക്കെയാണ് എക്സ് കോമ്പോണന്റ്, എന്തൊക്കെയാണ് വൈ കോമ്പോണന്റ് എന്ന് വരച്ചു നോക്കിയാലോ. ഒന്ന് നമുക്ക് എന്താ ഉള്ളത്? ഒ സി സൈൻ തീറ്റ അല്ലേ? വൈ കോമ്പോണന്റ്, പിന്നെന്താ വൈ കോമ്പോണന്റ് ഉള്ളത്? എൻ്റെത് ഉണ്ട് അല്ലേ? ഞാൻ യെല്ലോ കളറിൽ വരയ്ക്കുന്നുണ്ട്. എൻ്റെത് ഉണ്ട് അല്ലേ? എത്രയാ? 5 meters. വേറെ എന്തെങ്കിലും വൈ കോമ്പോണന്റ് ഉണ്ടോ? ഇല്ലല്ലോ. ഓക്കെ, അപ്പൊ നമുക്ക് എക്സ് കോമ്പോണന്റിലേക്ക് കടക്കാം. എക്സ് കോമ്പോണന്റ് എന്താ ഉള്ളത്? ലെഫ്റ്റിലോട്ട് ഒ സി കോസ് തീറ്റ ഉണ്ട് അല്ലേ? ഒ സി കോസ് തീറ്റ. പിന്നെ എന്താ ഉള്ളത്? വലത്തോട്ട് ബി ഇല്ലേ? അത് നമ്മൾ റെഡിൽ വരയ്ക്കാം കേട്ടോ. വലത്തോട്ട് ബി ഉണ്ട്, ഒ ബി. അപ്പൊ എത്രയും വെക്ടേഴ്സ് ആണുള്ളത്. അപ്പൊ ഇവരൊക്കെ ക്യാൻസൽ ആയി പോകണം. അപ്പൊ നമുക്ക് ആദ്യം എക്സ് ഡിറക്ഷനിൽ നോക്കാം. എക്സ് ഡിറക്ഷനിൽ നോക്കുന്ന സമയത്ത് ഒ ബി ഐ ക്യാപ്പ് മൈനസ് മൈനസ് ഒ സി കോസ് തീറ്റ ഐ ക്യാപ്പ് അല്ലേ? ഇത് 0 ആവണ്ടേ? അഥവാ ഒ ബി ബാറും ഒ സി കോസ് തീറ്റ ഈക്വൽ ആയാലല്ലേ ഈ വെക്ടർ 0 ആവുള്ളൂ. അപ്പൊ നമുക്കിത് രണ്ട് ഈക്വൽ ആക്കാം. ഈക്വൽ ആക്കുമ്പോൾ എന്താ വരിക? ഒ ബി ഈക്വൽ ടു ഒ സി കോസ് തീറ്റ. ഓക്കെ, ഇവിടെ തീറ്റ എന്താണ്? 45 ആണ്. അപ്പൊ കോസ് തീറ്റ എന്ത് വരും? തീറ്റ ഈക്വൽ ടു 45 ആണ്. അപ്പോൾ എന്ത് വരും? ഒ സി ബൈ √2 വരും അല്ലേ? ഇത് ഇക്വേഷൻ 1 ആക്കി എടുക്കാം. ഇനി നമുക്ക് വൈ ഡയറക്ഷൻ നോക്കാം. വൈ ഡയറക്ഷൻ നോക്കുമ്പോൾ എന്താ മനസ്സിലാവുന്നത്? എന്താ ഉള്ളത്? ഒ സി സൈൻ തീറ്റ ജെ ക്യാപ്പ് ഉണ്ട് അല്ലേ? ഒ സി സൈൻ തീറ്റ ജെ ക്യാപ്പ് ഇല്ലേ? പിന്നെ താഴേക്ക് 5 മീറ്റർ ഉണ്ട്, മൈനസ് 5 ജെ ക്യാപ്പ്. ഇത് 0 ആവണ്ടേ? ഇത് രണ്ടും ആഡ് ചെയ്താൽ നെറ്റ് 0 ആവണ്ടേ? അഥവാ ഇതും ഇതും ക്യാൻസൽ ആവണ്ടേ? അപ്പൊ നമുക്ക് എന്ത് എഴുതാം? യു ക്യാൻ റൈറ്റ് ഒ സി സൈൻ തീറ്റ ഈക്വൽ ടു 5, അഥവാ ഒ സി ബൈ √2. കാരണം സൈൻ തീറ്റ എന്താണ്? 1/√2 അല്ലേ? കാരണം തീറ്റ ഈസ് 45. ഒ സി ബൈ √2 ഈക്വൽ ടു 5. ഒ സി ഇസ് ഈക്വൽ ടു 5√2. കിട്ടിയില്ലേ? ഒ സിന്റെ വാല്യൂ കിട്ടിയില്ലേ? ഒ സി ഈക്വൽ ടു 5√2 കിട്ടി. ഇനി അതിവിടെ നമുക്ക് ഇക്വേഷൻ 2 ആക്കി എടുക്കാം. അത് ഇക്വേഷൻ 1ൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താലോ എന്ത് കിട്ടും? ഒ സിക്ക് പകരം 5√2 കൊടുക്കുക. അപ്പൊ എന്ത് കിട്ടും? ഒ ബി ഈക്വൽ ടു 5√2 ഡിവൈഡഡ് ബൈ √2 which comes out to be 5. അപ്പൊ നമുക്ക് എന്ത് മനസ്സിലായി? ഒ ബി എന്താണ്? 5 മീറ്റർ ആണ്. ഒ സി എന്താണ്? 5√2 മീറ്റർ ആണ്. ക്ലിയർ ആയില്ലേ?